ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് FSSAI ലൈസൻസിനെ കുറിച്ചാണ്. അതായത് ഒരു ഫുഡ് ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മൈൻഡിൽ ഇരുന്ന ഒരു കൺഫ്യൂഷൻ കാര്യമാണ് ഈ FSSAIയുടെ ലൈസൻസ് ഞാൻ എടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെ പോയിട്ട് എടുക്കാൻ പറ്റും, എത്രയാണ് അതിൻ്റെ ഫീസ് വരും, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ആ ഒരു കാര്യത്തിന് റിലേറ്റ് ആയിട്ട് കൊണ്ടുവരും. ഇതേ കണ്ടന്റിൽ ഞാനൊരു വീഡിയോ ഒരു 1.5 വർഷം മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. FSSAI ലൈസൻസ് നമുക്ക് എങ്ങനെ എടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. അപ്പോൾ അതിൽ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് അറിയിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും ആ വീഡിയോക്ക് ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. കാരണം ഇപ്പം FSSAIയുടെ സൈറ്റിലും ചെറിയ 1-2 ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുമ്പായിട്ടുള്ള 1-2 ചേഞ്ചസ് അതിൻ്റെ ഫീസ് സ്ട്രക്ചറിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് 1-2 ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഓക്കെ. കാരണം അന്നത്തെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ഇപ്പോഴും ഡൗട്ടായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു മറുപടി ആയിട്ട് ഇനി പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് അല്ലെങ്കിൽ FSSAI ലൈസൻസിനെ കുറിച്ച് നോക്കുന്ന ഒരാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ 2 രീതിക്കാണ്, 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ഈ ഒരു വീഡിയോ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന് FSSAI ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ലൈസൻസ് ആണ് എടുക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ രജിസ്ട്രേഷൻ ആണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് ആണോ, സെൻട്രൽ ലൈസൻസ് ആണോ എടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിനായിട്ട് ആവശ്യമുണ്ട്, എത്ര രൂപ ചിലവ് വരും, ഗവൺമെൻറ് ഫീസ് എത്ര വരും, നമ്മളൊരു പ്രൊഫഷണലിനെ ഹയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഫീസ് വരും. ഇത്തരത്തിലുള്ള ഒരു A to Z ആയിട്ടുള്ള ഒരു തിയറി സെക്ഷനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്ന ദിവസങ്ങളിലായിട്ട് എങ്ങനെ നമുക്ക് പോസ്റ്റ് കോഴ്സിൻ്റെ സൈറ്റിൽ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു വീഡിയോ കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക, ലേറ്റ് ആക്കുന്നില്ല വീഡിയോ, നേരെ വീഡിയോയിലോട്ട് കിടക്കും. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഹൂ ടു ടേക്ക് FSSAI ലൈസൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റൂൾ പ്രകാരം നമ്മൾ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ, അതായത് തട്ടുകട ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഹോം ബേസ്ഡ് കേക്ക് ബേക്കിങ്ങോ, അല്ലെങ്കിൽ എന്താ പറയുക ക്ലൗഡ് കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സോ, അങ്ങനെ ഏത് രീതിക്കുള്ള, ഇപ്പോൾ ഈവൻ ചെറിയ സ്നാക്സ് പാക്കിംഗ് ബിസിനസ്സോ, ഇനി വലിയ രീതിക്കുള്ള ബിസിനസ്, അങ്ങനെ ഏത് രീതിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും FSSAIയുടെ രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ. അതാണ് നമ്പർ 1 റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 രീതിക്ക് അല്ലെങ്കിൽ 3 രീതിക്കുള്ള ഒരു പ്രൊസീജിയറാണ് അതിൽ വരുന്നത്. ഒന്ന് രജിസ്ട്രേഷൻ ഉണ്ട്, ബേസിക് രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ ഒരു സെൻട്രൽ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ടും വരാം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ഓഫ് FSSAI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 3 രീതിക്കാണ്. ഒന്ന് ബേസിക് രജിസ്ട്രേഷൻ. ഈ ബേസിക് രജിസ്ട്രേഷനിലാണ് നമ്മൾ അധിക ബിസിനസ്സുകളും വരിക. കാരണം ഇത് സ്മോൾ ബിസിനസ്സുകൾക്കൊക്കെ ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതായത് ഇതിൻ്റെ ടേൺ ഓവർ ലിമിറ്റ്, അതായത് നമ്മുടെ വാർഷിക വിറ്റുവരവ് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ. നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു 12 ലക്ഷം രൂപ വരെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതി. ഓക്കെ. ബേസിക് രജിസ്ട്രേഷൻ നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് ഗവൺമെൻറ് ഫീസ് വരുന്നത് വെറും 100 രൂപയാണ്, ഒരു വർഷത്തിലോട്ട് 100 രൂപ. ഓക്കെ. അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഡിവിജ്വൽസ്, ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പ്രൊപ്പറേറ്റർ ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ID പ്രൂഫ് കാര്യങ്ങൾ വേണം. പിന്നെ നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഏരിയയുടെ, ഇപ്പോൾ നമ്മളൊരു റൂം എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ റെൻ്റ് അഗ്രിമെൻറ്റ്, റെൻ്റ് ഡീഡ്, അങ്ങനത്തെ ഇതുണ്ടല്ലോ, അത് വേണ്ടി വരും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു പേയ്മെൻറ്റ് 100 റുപ്പീസിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫോട്ടോ, ഇമെയിൽ ID, ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ്, അത്തരത്തിലുള്ള ബേസിക് ഡീറ്റെയിൽസ് മാത്രം മതി നമ്മൾ ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട്. നമ്മളെ എല്ലാ സ്മോൾ ബിസിനസ്സുകളും, അതായത് 12 ലക്ഷം രൂപയിൽ താഴെ വിറ്റുവരവ് വരുന്ന എല്ലാ ബിസിനസ്സുകളും ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇപ്പം ഫോഴ്സ് കോഴ്സിൻ്റെ സൈഡിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇത് FSSAIയുടെ അതോറിറ്റി അവർ വെരിഫിക്കേഷൻ ചെയ്യും. അതിന് ശേഷമൊക്കെയാണ് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ അപ്രൂവലായി വരിക. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് ഒരു 20 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 27 ഡേയ്സ് ഒക്കെ സൈറ്റിൽ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ആവാറുണ്ട്, ചില കേസസിൽ അത്രയും ഡേയ്സ് തന്നെ എടുത്തിട്ട് തന്നെ ആവാറുണ്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ അത്രയും ദിവസമൊക്കെ ഒരു ലൈസൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ നമുക്കൊരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് FSSAI അതോറിറ്റീസ് തന്നെ ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ എന്ന് പറയുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ബേസിക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സ്മോൾ ബിസിനസ്സുകളെ പെട്ടെന്ന് തന്നെ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ തരുന്നുണ്ട്. അതായത് നമ്മുടെ ആധാർ വെച്ചിട്ട്, ആധാറിൽ OTP ചെയ്തുകൊണ്ട് നമ്മുടെ KYC വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിത്തിൻ 1 ഡേയിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ
അവർ തരുന്നുണ്ട്. ആദ്യം 2 വീക്ക് 3 വീക്ക് എടുത്ത സാധനമാണ് ഇപ്പോൾ നമുക്ക് 1 ഡേ കൊണ്ട് തരുന്നത് നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ അതാണ് രജിസ്ട്രേഷൻ്റെ കേസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ, അതായത് ബിസിനസ്സിൻ്റെ റെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ആരാണോ പ്രൊപ്പറേറ്റർ അവരുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും മാത്രം മതി നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാൻ. ഇനി അടുത്ത ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലൈസൻസ് ആണ്. ഈ സ്റ്റേറ്റ് ലൈസൻസ് ആരൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വാർഷിക വിറ്റുവരവ് 12 ലക്ഷം രൂപ മുതൽ 20 കോടി രൂപ വരെ എന്നുള്ള ആ ഒരു ബ്രാക്കറ്റിലാണ് നിങ്ങളുടെ സ്ഥാപനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് സ്റ്റേറ്റ് ലൈസൻസ് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ അത്രയും ഡോക്യുമെൻറ്റ്സ് എന്തായാലും വേണം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള KYC ഡോക്യുമെൻറ്റ്സ് വേണം, പിന്നെ ഫേമിൻ്റെ സ്ഥാപനത്തിൻ്റെ റെൻ്റ് അഗ്രിമെൻറ്റ്, അതേപോലത്തെ ഡോക്യുമെൻറ്റ്സ് NOC, അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ബിസിനസ്സിനനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട്. എന്നാലും ബേസിക് ആയിട്ട് വരുന്നത് നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട് ആ ഒരു എംപ്ലോയീസിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിൽ ആവശ്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സോഴ്സ് ഏതാണെന്ന് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ആ വെള്ളം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ് ലൈസൻസിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് വരുന്നതാണ്. ഇനിയും നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ചിലപ്പം ഡോക്യുമെൻറ്റ്സിൻ്റെ എന്താ പറയുക റിക്വയർമെൻറ്റ് കൂടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്റ്റേറ്റ് ലൈസൻസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 2000 റുപ്പീസാണ് സ്റ്റേറ്റ് ലൈസൻസിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, 1 ഇയറിലോട്ട്. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഇത് റിന്യൂ ചെയ്യണം. കാരണം അധിക പേരും ചിലപ്പം ലൈസൻസ് എടുത്ത് വെക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ്. അധികം ഒരു ലൈസൻസ് എടുത്ത് വെക്കും, പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്യണം എന്നുള്ള കാരണം അവർക്ക് അറിയുണ്ടാവില്ല. അവർക്ക് എടുത്തു കൊടുത്ത ആൾ ചിലപ്പോൾ അവർ റിമൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അത് വളരെ ഒരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളിത് റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലേറ്റ് ആവുന്ന ഓരോ ദിവസവും 100 രൂപ വെച്ചിട്ട് നമുക്ക് പെനാൽറ്റി ഒക്കെ ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് റിന്യൂ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈസൻസ് ആണ്. ഈ ഒരു സെൻട്രൽ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടേൺ ഓവർ ലിമിറ്റ് 20 ക്രോറിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ലൈസൻസ് എടുക്കണം. നിർബന്ധമായിട്ടും സെൻട്രൽ ലൈസൻസും സ്റ്റേറ്റ് ലൈസൻസും എടുക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ടേൺ ഓവർ ബാധകമല്ലാണ്ട് ഇപ്പോൾ നിലവിലെ കേസിൽ അവരെ ഗൈഡ് ലൈൻ പ്രകാരം 20 CR മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ലൈസൻസ് ആണ് എടുക്കേണ്ടത്. ഈ സെൻട്രൽ ലൈസൻസ് എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ വേണം. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ഡോക്യുമെൻറ്റ്സ്, ഇപ്പം നമ്മുടെ ടേൺ ഓവർ എന്താ പറയുക പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രിമൈസിൻ്റെ സ്കെച്ച്, നമുക്ക് മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ലേ ഔട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെൻട്രൽ ലൈസൻസിനായിട്ട് ആവശ്യം വരും. ഇതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബിസിനസ് കാറ്റഗറി. അതിനനുസരിച്ച് അതിൽ വരുന്ന റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതൊരു സെറ്റ് ഓഫ് ഇന്ന ഡോക്യുമെൻറ്റ്സ് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫീസ്, സെൻട്രൽ ലൈസൻസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 7500 രൂപയാണ്. 7500 റുപ്പീസാണ് ഗവൺമെൻറ് ഫീസ് വരുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു എന്താ പറയുക, ഇപ്പം ഈ രജിസ്ട്രേഷൻ, ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെ സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസായിരിക്കും. ബട്ട് സ്റ്റേറ്റ് ലൈസൻസും സെൻട്രൽ ലൈസൻസും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡോക്യുമെൻറ്റേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ലൈസൻസിങ് പ്രൊസീജിയർ ആയതിനെ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ഹയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻസിനെ ഏൽപ്പിക്കും. അങ്ങനെ വരുന്ന സമയത്തും ഫീസ് എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഫീസ് വരുന്നത് സ്റ്റേറ്റ് ലൈസൻസിന് 2000ഉം സെൻട്രൽ ലൈസൻസിന് 7500 ആണ്. അത് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ചെയ്യുക. കാരണം നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന റേറ്റ് നമ്മൾ എന്താ പറയുക കൊടുക്കാൻ ലയബിൾ ആയിട്ട് നിൽക്കരുത്. കാരണം അവരിപ്പം പറയുകയാണ് ഗവൺമെൻറ് ഫീസ് തന്നെ സ്റ്റേറ്റ് ലൈസൻസിന് 5000 ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് പോരരുത്. കാരണം അതിൻ്റെ എത്രയാണോ ഫീസ് എന്ന് നമ്മൾ അറിഞ്ഞു വെക്കണം. അതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ സർവീസ് ചാർജ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു കൺസൾട്ടൻറ്റ് ഏൽപ്പിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലൈസൻസിന് 1500 2000 ഒക്കെ ഗവൺമെൻറ് ഫീസിന് പുറമെ ഫീസായിട്ട് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ സിറ്റി, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇതൊക്കെ അനുസരിച്ചാണ് ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ് ലൈസൻസിന്, സെൻട്രൽ ലൈസൻസിന് അല്ലെങ്കിൽ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ആ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എൻക്വയറി വന്നിട്ട് ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറിവിലുള്ള ഒരു പ്രൊഫഷണൽ വഴിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്യണം. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. നിങ്ങൾ മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ആയിക്കൊണ്ട് നിങ്ങളെ എൻക്വയറീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ഓൾറെഡി വേറെ ജോബിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും. ഓക്കെ, എനിവേ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. വളരെ സിമ്പിളായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഫോസ്കോസിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ എന്താ പറയുക റീസെൻ്റായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് തന്നെ രജിസ്ട്രേഷൻ ആണെങ്കിലും ലൈസൻസിങ് ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
നമ്മളിപ്പോൾ ഈ സംസാരിച്ചതിൽ ഈ സെൻട്രൽ ലൈസൻസ് ചില സിനാരിയോകളിൽ നിർബന്ധമായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ അതിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് ഒന്നും നോക്കാണ്ട് തന്നെ ചില കേസുകളിൽ സെൻട്രൽ ലൈസൻസ് നിർബന്ധമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, അതായത് ആ ഒരു കാറ്റഗറീസ് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് ഇ കൊമേഴ്സ്. അതായത് ചില ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ഇ കൊമേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാനുണ്ട്. ചില ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്താ പറയുക, സെൻട്രൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന പറ്റും. ആമസോണിലൊക്കെ നമ്മളൊരു ഫുഡ് ബേസ്ഡ് ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻട്രൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ആമസോണിൽ. ഓക്കെ, ഈ ഇ കൊമേഴ്സിൻ്റെ ഒരു എന്താ പറയുക, മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ, FSSAയുമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ് നിങ്ങൾ ഒരു ഇ കൊമേഴ്സ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സെൻട്രൽ ലൈസൻസ് ആണ് അതിന് എടുക്കേണ്ടത്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളുടെ ബിസിനസ്, നിങ്ങളിപ്പോൾ ഒരു ക്ലൗഡ് കിച്ചണാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹോം ബേസ്ഡ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ, അതേപോലെ തന്നെ പൊട്ടാഫോ, അതേപോലെ തന്നെ ബ്ലിങ്കിറ്റ്, ഇങ്ങനത്തെയൊക്കെ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ, ഡെലിവറി ആപ്പ് വഴിയൊക്കെ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി. ഓക്കെ, അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ രജിസ്റ്റർ ചെയ്യാൻ ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ലൈസൻസ് ഉണ്ടെങ്കിൽ അതും എന്താ പറയുക, വെൽ ആൻഡ് ഗുഡ്, ഓക്കെ ആണ്. ബട്ട് ചില സൈറ്റുകൾ അല്ലെങ്കിൽ ചില കമ്പനികളിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കും, അവർ സ്റ്റേറ്റ് ലൈസൻസ് തന്നെ വേണം അല്ലെങ്കിൽ സെൻട്രൽ ലൈസൻസ് തന്നെ വേണം എന്നുള്ള ഒരു മാൻഡേറ്ററി അവർ അവിടെ സെറ്റ് ചെയ്യും. ഇപ്പോൾ അതേപോലെയാണ് നമ്മുടെ ഈ ആമസോണിലൊക്കെ വരുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ഒരു ഫുഡ് ബേസ്ഡ് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻ പ്രകാരം സെൻട്രൽ ലൈസൻസ് മാൻഡേറ്ററി എന്നുള്ള രീതിക്കാണ് നിലവിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഗൈഡ് ലൈൻസ് പ്രകാരം രജിസ്ട്രേഷൻ ആയാലും ലൈസൻസ് ആയാലും ചെയ്യാൻ പറ്റും. ബട്ട് ചില പ്ലാറ്റ്ഫോമുകൾ എന്താക്കും, ഇന്ന ലൈസൻസ് തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധം അവർ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സെൻട്രൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടുകളിലൊക്കെ, എയർപോർട്ട് അല്ലെങ്കിൽ പോർട്ടുകളിലൊക്കെ നിങ്ങളുടെ ബിസിനസ് യൂണിറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സെൻട്രൽ ലൈസൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഒരു ഏരിയ ആണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഫുഡ് ഐറ്റംസ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ ലൈസൻസ് ആണ് നിങ്ങൾ മസ്റ്റായിട്ടും എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ കൊമേഴ്സിൻ്റെ കാര്യം സംസാരിച്ചു. സെൻട്രൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുള്ള സെഗ്മെൻറ്റുകൾ, അതായത് ടേൺ ഓവർ നോക്കാതെ തന്നെ സെൻട്രൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുള്ള ഏരിയകൾ നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാൻ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ലൈസൻസിൻ്റെ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാനായിട്ട് എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളെ എൻക്വയറീസ് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോൾ എടുത്ത് നിങ്ങളോട് മാക്സിമം സംസാരിക്കാനോ ചിലപ്പോൾ ടൈം കിട്ടിയെന്നുണ്ടാവില്ല. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രീഫായിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ചാനലിൽ നമ്മൾ എങ്ങനെ നിങ്ങൾക്ക് ഫോഴ്സ് കോഴ്സ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റിൻ്റെ പേരാണ്, ആ ഒരു ഫോഴ്സ് കോഴ്സിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലുള്ള ബിസിനസ് രജിസ്ട്രേഷൻസ്, ടാക്സ് ഫയലിങ്സ്, ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഫുഡ് ബേസ്ഡ് ബിസിനസ് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.